നമസ്കാരം. പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്നിടത്തൊക്കെ മലയാളത്തിലെ സിനിമാ താരങ്ങൾ സ്റ്റേജ് ഷോയുമായി എത്താറുണ്ട്. അമേരിക്കയിലും ബ്രിട്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കും. ഈ സ്റ്റേജ് ഷോകളൊക്കെ കാണാൻ നിറയെ ആളുകൾ എത്തും. ബ്രിട്ടനെ പോലൊരു രാജ്യത്താണെങ്കിൽ 10ഉം 12ഉം സ്റ്റേജുകളിലാണ് ഒരു യാത്രയിൽ ഒരു സംഘം എത്തി പരിപാടി അവതരിപ്പിച്ചു പോകുന്നത്. കാരണം ഓരോ ടൗണിലും അത്രയധികം ആളുകളുണ്ടാവും. എന്നാൽ മോഹൻലാൽ ഒരു സ്റ്റേജ് ഷോ നടത്തിയാൽ അധികം ദിവസം ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് ഒരു രാജ്യത്ത് ഒന്ന് അല്ലെങ്കിൽ ഒരുപാട് ആളുള്ള രാജ്യമാണെങ്കിൽ 2 ഷോകൾ മാത്രമേ ഉണ്ടാവൂ. പൊതുവെ മോഹൻലാലിൻ്റെ ഷോകൾ വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസങ്ങളിലാവും പരമാവധി നടക്കുക. മോഹൻലാൽ വ്യാഴാഴ്ച എത്തി തിങ്കളാഴ്ച മടങ്ങാം. മോഹൻലാലിന് 5-6 ദിവസത്തെ നഷ്ടമേ ഉള്ളൂ. ഒരു സ്റ്റേജിന് മോഹൻലാലിൻ്റെ പ്രതിഫലം കുറഞ്ഞത് 1.5 കോടി രൂപയാണ്. മോഹൻലാൽ എന്ന പേരുണ്ടെങ്കിൽ സ്റ്റേജ് ഷോ നഷ്ടമാവുകയുമില്ല. ഈ അടുത്ത കാലത്തായി മോഹൻലാൽ ഇടവേളകളിലൊക്കെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പോയി ഷോ നടത്താറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഓടി വന്ന് നടത്തിയിട്ട് പോകാം. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. 1-2 മാസത്തിന് മുൻപാണ് ബ്രിട്ടനിൽ സ്റ്റേജ് ഷോ നടത്തിയത്. ബ്രിട്ടനിലും അമേരിക്കയിലും ജർമ്മനിയിലും അയർലൻഡിലുമൊക്കെ ഇങ്ങനെ മോഹൻലാൽ ഷോയ്ക്ക് പോയിരുന്നു. അതിൻ്റെ ഭാഗമായി മോഹൻലാൽ ഇന്നും നാളെയും സ്റ്റേജ് ഷോ നടത്തേണ്ടിയിരുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലുമാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ചിത്രയും മനോജ് കെ ജയനും അടക്കമുള്ള നടീനടന്മാരുടെ ഒരു സംഘം തന്നെ ഓസ്ട്രേലിയയിലെത്തി. മോഹൻലാൽ ഇന്നലെയാണ് യാത്ര പുറപ്പെട്ടത്. പക്ഷെ മോഹൻലാലിന് വിസ അപ്പോഴും ആയിരുന്നില്ല. അതുകൊണ്ട് മോഹൻലാൽ സിംഗപ്പൂരിലെത്തി കാത്തിരുന്നു. പക്ഷേ ഇന്ന് നടക്കേണ്ട ഷോയിൽ പങ്കെടുക്കാൻ ഇന്ന് വെളുപ്പിന് വരെ വിസ കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ റദ്ദു ചെയ്തു. വേദനയോടെ നിരാശയോടെ മോഹൻലാൽ ഒരു വീഡിയോ ചെയ്ത് മാപ്പ് പറഞ്ഞു സിഡ്നിയിലെത്തിയ ജനങ്ങളോട്. ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ടവരെ, ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഗ്രീഫ്. വളരെ ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് ഞാൻ ഏതാണ്ട് 50 വർഷത്തോളമായി സിനിമയിൽ വന്നിട്ട് ഒരുപക്ഷെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഈ വർഷം തന്നെ ഞാനിപ്പോൾ US ചെയ്തിട്ടുണ്ട്, ജർമ്മനി ചെയ്തിട്ടുണ്ട്, UK ചെയ്തിട്ടുണ്ട്, അയർലൻഡിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചത്. എൻ്റെ കൂടെയുള്ള എല്ലാവരും, കേസ് ചിത്ര അടക്കമുള്ള എല്ലാവരും അവിടെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, സംഹൗ ഇറ്റ് ഹാപ്പൻ. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എൻ്റെ വിസ എനിക്ക് കിട്ടിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ഇറ്റ് കൻ ബി എ ടെക്നിക്കൽ ഓർ എ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഓർ എന്താ പറയുക, ഒരു AI ജനറേറ്റഡ് എന്താണെന്ന് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഐ എം ടേക്കിംഗ് ഓൾ ദ ക്ലെയിം ഓൺ മീ. എൻ്റെ കുറ്റമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. എനിക്ക് വരാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. ഇതിനുവേണ്ടി ഒരു ഹ്യൂമൻലി, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ വിധത്തിലും എല്ലാവരും പ്രവർത്തിച്ചു. എസ്പെഷ്യലി വിമൽ, കായൽ ഇവൻസിലെ വിമൽ, അതിൻ്റെ കൂടെയുള്ള ഓഫീസ്, എല്ലാവരും വി ട്രൈഡ് അവർ ബെസ്റ്റ്. എനിവേ, അതിപ്പോൾ സംഭവിക്കുന്നില്ല. അത് എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ഐ എം വെരി സോറി. എത്രയോ ദൂരെ നിന്ന് ഡ്രൈവ് ചെയ്തും അല്ലാതെയൊക്കെ ഈ ഷോ കാണാനെത്തിയ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആൻഡ് ഐ പ്രോമിസ് സംതിങ് ദാറ്റ് വി വിൽ കം ബാക്ക് വിത്ത് ദ സെയിം ടീം ആൻഡ് വിൽ ഡു എ വണ്ടർഫുൾ ഷോ ഇൻ ഫ്രണ്ട് ഓഫ് യു. സെയിം കായൽ ഇവൻസിൽ തന്നെ വിമലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഷോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഡേറ്റ് എനിക്കറിയില്ല. ഇറ്റ് ഓൾ അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റേജ് ആൻഡ് ദ പ്രിമിസസിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടാണ്. ഐ എം സോ സോറി. ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. റിയലി സോറി ആൻഡ് ഐ എം ഹെൽപ്ലെസ്. പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ്. താങ്ക് യു. ആയിരക്കണക്കിന് മനുഷ്യരാണ് മോഹൻലാൽ ഷോ കാണാൻ വേണ്ടി എത്തിയത്. എല്ലാവരും പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി എത്തിയവരാണ്. അനേകം പേർ തലേ ദിവസം തന്നെ സിഡ്നിയിലെത്തി റൂമെടുത്ത് താമസിച്ച് ഇന്ന് ഷോയിൽ പങ്കെടുക്കാനിരിക്കുന്നു. പക്ഷെ അതിനിടയിലാണ് മോഹൻലാലിൻ്റെ വരവ് നടക്കാതെ പോയത്. മോഹൻലാൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു താരങ്ങൾ സിഡ്നിയിൽ ഉണ്ടായിട്ടും ആ പരിപാടി സംഘാടകർ മാറ്റിവെച്ചു. ഇനി മോഹൻലാലിൻ്റെ സൗകര്യാർത്ഥം മറ്റൊരു ദിവസം ഈ സ്റ്റേജ് ഷോ നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. മോഹൻലാലിനത് നഷ്ടക്കച്ചവടമാണ്. കാരണം ഇന്നത്തെ ദിവസം മോഹൻലാലിന് നഷ്ടപ്പെട്ടു. യാത്രയും ചെയ്തു, പക്ഷേ സ്റ്റേജ് ഷോ നടത്തിയില്ല. പിന്നീട് ഒരിക്കൽ കൂടി മോഹൻലാലിന് പോവേണ്ടി വരും. അന്ന് അധികം ഫീസ് വാങ്ങാൻ കഴിയത്തുമില്ല. കാരണം ഒരു സ്റ്റേജ് ഷോയുടെ ഫീസ് വാങ്ങിക്കഴിഞ്ഞു. ആ സ്റ്റേജ് ഷോ നടക്കാതെ പോകുമ്പോൾ ഇനി മറ്റേ സമയം കണ്ടെത്തി സ്റ്റേജ് ഷോ നടത്തുമ്പോൾ മോഹൻലാലിന് നഷ്ടമാണ്, ഫീസ് കിട്ടുകയില്ല. എന്തായാലും സിഡ്നിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും
ന്യൂസിലൻഡിലേക്ക് പോയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ ഷോ മുടങ്ങാതെ നടക്കും എന്നാണ് സംഘാടകർ പറഞ്ഞത്. മോഹൻലാലിന് ആ ഷോയിൽ പോകാതിരുന്നത് കൊണ്ട് പ്രയോജനമില്ല. കാരണം ഈ ദിവസങ്ങളിൽ ഈ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. എന്താണ് മോഹൻലാലിന് സംഭവിച്ചത്? അത് ഓസ്ട്രേലിയയുടെ മാത്രം പ്രത്യേകതയാണ്. ഓസ്ട്രേലിയ പഴയതുപോലെയല്ല. ഓസ്ട്രേലിയയിൽ പലരും അനധികൃതമായി കടന്നുകൂടുന്നത് കൊണ്ട് ആളുടെ വലിപ്പമൊന്നും ഓസ്ട്രേലിയ നോക്കില്ല. വിസ കൊടുത്തിട്ട് കൊടുത്ത വിസ റദ്ദാക്കുന്നത് പോലും പതിവാണ്. സിത്താര കൃഷ്ണകുമാർ ഓസ്ട്രേലിയയിലേക്ക് 6 സ്റ്റേജുകളിൽ പങ്കെടുക്കാൻ എല്ലാ പദ്ധതികളും ഒരുക്കിയെങ്കിലും തലേ ദിവസം രാത്രിയിലാണ് വിസ കിട്ടുന്നത്. അതുകൊണ്ട് ആ സ്റ്റേജ് ഷോകൾ റദ്ദ് ചെയ്യേണ്ടി വന്നു. വിസ ഉള്ളവരുടെ വിസ റദ്ദ് ചെയ്യുന്നത് പോലും ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പതിവാണ്. പലപ്പോഴും ഇത്തരം കെണി വരുത്തി വയ്ക്കുന്നത് സംഘാടകരോട് എതിർപ്പുള്ളവരാണ്. മലയാളികളുടെ കാര്യം നമുക്കൊക്കെ അറിയാം. അവർ എവിടെ ചെന്നാലും പല സംഘടനകളും പല ഗ്രൂപ്പുകളും ഉണ്ടാവും. ഇവിടെ മോഹൻലാൽ ഷോ നടത്തുന്നതിനോട് എതിർപ്പുള്ള എതിർ ഗ്രൂപ്പുകാർ പരാതിപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. മോഹൻലാലിൻ്റെ പേരുള്ള ആനക്കൊമ്പ് കേസാണ് കാരണമായതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിന് കാരണം വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ക്രിമിനൽ കേസ് നമ്മുടെ പേരിലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിമിനൽ കേസ് എന്ന് പറയണം. രണ്ടാമത്തെ ചോദ്യം ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ടോ എന്നാണ്. ശിക്ഷിച്ചിട്ട് ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ക്രിമിനൽ കേസ് ഉണ്ടെങ്കിലും ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും കേസുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അപേക്ഷയിൽ എഴുതുന്നതെങ്കിൽ പിന്നീട് ആരെങ്കിലും കേസുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ വിസ കിട്ടുകയില്ല. മോഹൻലാലിൻ്റെ കാര്യത്തിൽ വിസ അപേക്ഷകർ കേസില്ല എന്ന് എഴുതിയത് കൊണ്ടാണ്, ആരോ കേസുണ്ട് എന്ന് അറിയിച്ചതുകൊണ്ടാണ് വിസ റദ്ദ് ചെയ്തത് എന്നാണ് റിപ്പോർട്ട്. മോഹൻലാൽ മഹാനായ നടനാണ്. ലോകമെമ്പാടും സഞ്ചരിക്കുന്ന ആളാണ്. അമേരിക്കയിലും ബ്രിട്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ജർമ്മനി എല്ലാ രാജ്യങ്ങളിലും മോഹൻലാൽ പോകുന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓസ്ട്രേലിയൻ നിയമം കർശനമാണ്. ആളുകൾ തമ്മിലുള്ള ഭിന്നതയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഒരുത്തൻ നന്നാവുന്നത് വേറൊരുത്തന് കണ്ടുകൂടാ. അപ്പോൾ അവൻ പാര വെക്കും. ഇത്തരം പാരകൾ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഒരു പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആര് പരിപാടി നടത്തിയാലും എതിരാളികൾ അപ്പോൾ തന്നെ പരാതി അയക്കും. പരാതി കിട്ടിയാൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും. ആ പരാതിയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിസ റിജക്റ്റ് ചെയ്യുന്ന കാലമാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഓസ്ട്രേലിയൻ മലയാളികളുടെ തൊഴുത്തിൽ കുത്താണ് വാസ്തവത്തിൽ മോഹൻലാലിന് ചതിയായി മാറിയത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അദ്ദേഹം ഈ ദിവസം ഓസ്ട്രേലിയയിൽ പോകാൻ തയ്യാറെടുത്ത് പണവും വാങ്ങിയതാണ്. ഇനി ഇദ്ദേഹത്തിന് പകരം മറ്റൊരു ദിവസം പോവേണ്ട സാഹചര്യമുണ്ട്. അതേസമയം ഇതിൻ്റെ വേറൊരു വശം കൂടി ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മോഹൻലാൽ ഷോയുടെ പ്രധാനപ്പെട്ട സംഘാടകർ കായൽ ഈവൻസ് എന്ന് പറയുന്ന സിഡ്നിയിലെ ഒരു പ്രസ്ഥാനമാണ്. ഈ കായൽ ഈവൻസ് കായൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സഹസ്ഥാപനമാണ്. കായൽ റെസ്റ്റോറൻറ്റ് വാസ്തവത്തിൽ നിയമവിരുദ്ധമായി ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന കായൽ റെസ്റ്റോറൻറ്റിൻ്റെ അതേ മോഡലിൽ അവരുടെ ലോഗോയും പേരും മോഷ്ടിച്ചുകൊണ്ട് സിഡ്നിയിൽ തുടങ്ങിയതാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് കായൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ബ്രിട്ടനിൽ രൂപം കൊള്ളുന്നത്. ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാമിലും ലെസ്റ്ററിലുമൊക്കെ ഈ കായൽ റെസ്റ്റോറൻറ്റിൻ്റെ പല ഷോപ്പുകളുണ്ട്. ഈ റെസ്റ്റോറൻറ്റുകൾ ബ്രിട്ടനിലെ സായിപ്പന്മാർക്ക് ഏറെ പ്രിയങ്കരമാണ്. ഈ കായൽ റെസ്റ്റോറൻറ്റ് നേരത്തെ തന്നെ ഓസ്ട്രേലിയയിൽ തുടങ്ങുന്നതിന് വേണ്ടി ട്രേഡ് മാർക്ക് എടുത്തിട്ടിരുന്നു. നേരത്തെ ബ്രിട്ടനിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഈ കായൽ റെസ്റ്റോറൻറ്റിൻ്റെ ട്രേഡ് മാർക്ക് മോഷ്ടിച്ചുകൊണ്ട് അവരുടെ അതേ മാതൃകയിൽ കായൽ എന്ന പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുകയും ഇത് ബ്രിട്ടനിലെ കായലാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ എത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ബ്രിട്ടനിലെ കായൽ റെസ്റ്റോറൻറ്റുകാർ ഓസ്ട്രേലിയൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കേസ് നടക്കുകയാണ്. ആ ചതിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്നാണ് ഈ ചതിയെക്കുറിച്ച് അറിയാവുന്ന ചിലർ വ്യക്തമാക്കുന്നത്. എന്തായാലും മലയാളികളുടെ തൊഴുത്തിൽ കുത്തിന് മോഹൻലാൽ ഇരയായിരിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് എന്ത് പരിപാടിക്ക് പോകുന്നവരും ഒരിക്കൽ കൂടി ആലോചിച്ചില്ലെങ്കിൽ അവസാന നിമിഷം വിസ ലഭിക്കാതെ വരുന്ന അല്ലെങ്കിൽ റദ്ദാവുന്ന സാഹചര്യമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക.